ഹലോ ഫ്രണ്ട്സ്, നഴ്സിംഗ് ഫൗണ്ടേഷൻ ടൂവിലെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി. ഫസ്റ്റ് വൺ ഈസ് കൾച്ചർ. എന്താണ് കൾച്ചർ? കൾച്ചർ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഒരു പേഴ്സണിൻ്റെ നോളേജ്, ബിലീഫ്, ആർട്ട്, കസ്റ്റംസ്, വാല്യൂസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതെല്ലാം ഉൾപ്പെടും. അത് ശരിക്കും എന്താണ്? സോഷ്യലി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. ഇനി നമുക്ക് സബ് കൾച്ചർ എന്താണെന്ന് നോക്കാം. സബ് കൾച്ചർ എന്ന് വെച്ചാൽ ഈ ലാർജർ കൾച്ചറിൻ്റെ ഒരു സബ്സെറ്റാണ് സബ് കൾച്ചർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം മലയാളി കൾച്ചർ നമുക്ക് കേരളത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ മലയാളി കൾച്ചറാണല്ലോ. അതുപോലെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇന്ത്യയിൽ ഒരുപാടുണ്ട്. സോ ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ്, അതാണ് സബ് കൾച്ചർ എന്ന് പറയുന്നത്. മൾട്ടി കൾച്ചറിസം പേര് പറയുന്ന പോലെ തന്നെ, അതായത് ഒരുപാട് വെറൈറ്റി ഓഫ് കൾച്ചേഴ്സ് ഉള്ളവർ ഒരുമിച്ച് താമസിക്കുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പം എബ്രോഡൊക്കെ വർക്കിന് പോവുകയാണെങ്കിൽ, എബ്രോഡ് എന്നല്ല, ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ തന്നെ എബ്രോഡ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് അത് പറയാം. എബ്രോഡൊക്കെ പോവുകയാണെങ്കിൽ പല ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ളവരുണ്ടല്ലേ. ഇപ്പം ജർമ്മനിയിൽ വർക്ക് ചെയ്യുവാണ്, ജർമ്മൻസ് ഉണ്ടായിരിക്കും, ഇന്ത്യൻസ് ഉണ്ടായിരിക്കും, ഫിലിപ്പീൻസ് ഉണ്ടായിരിക്കും, പിന്നെ എന്താണ് ആഫ്രിക്കക്കാരുണ്ടായിരിക്കും. സോ അങ്ങനെ ആഫ്രിക്കയിൽ തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ. അപ്പം ഏഷ്യൻസ്, ഇപ്പം ഇന്ത്യയിൽ നിന്ന് തന്നെയാണെങ്കിലും എന്താണ് പല സ്റ്റേറ്റിൽ നിന്നുള്ളവർ കാണും. സോ അങ്ങനെ എല്ലാവരും അവരുടേതായ ആ ഒരു കൾച്ചർ അനുസരിച്ച് അവിടെ ഒത്തൊരുമിച്ച് ജീവിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് റേസ് എന്ന് വെച്ചാൽ ഇപ്പം സിമിലർ ആയിട്ടുള്ള ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ്. അതായത് ആൻസിസ്റ്റേഴ്സിൽ നിന്നായിരിക്കും അവർ ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏഷ്യൻസ്, നമ്മളെല്ലാം ഏഷ്യൻസ് എന്നാണല്ലോ പറയുന്നത്. ദെൻ ആഫ്രിക്കൻസ്, അങ്ങനെ പറഞ്ഞു പോകും. അടുത്തത് അക്കൾച്ചറേഷൻ ആൻഡ് അസിമിലേഷൻ. അക്കൾച്ചറേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. രണ്ടിൻ്റെയും ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ പുതിയൊരു കൾച്ചർ, ആ കൾച്ചർ എന്താണ് പഠിക്കുന്നു, അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മുടേതായ കൾച്ചർ നമ്മൾ അവിടെ കീപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം കേരളത്തിലൊരു സ്റ്റുഡൻറ്റ് ഡൽഹിയിൽ പഠിക്കാൻ പോയെന്നോർത്തോ. ഇപ്പം ഡൽഹിയിൽ പഠിച്ചിട്ട് അവിടെ എന്താണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഹിന്ദിയൊക്കെ മനസ്സിലാക്കണം, ഹിന്ദി പഠിക്കണം, വായിക്കാനും എഴുതാനും പറയാനും ഒക്കെ പറ്റണം. അപ്പം ഹിന്ദി നമ്മൾ പഠിക്കുന്നു. പിന്നെ അവിടുത്തെ ലോക്കൽ കസ്റ്റംസ്, അതായത് എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ പാട്ടാകുന്നു. പക്ഷേ നമുക്കറിയാം, തിരിച്ച് നമ്മൾ വെക്കേഷനൊക്കെ വീട്ടിൽ വരുവാണെങ്കിൽ നമ്മൾ വീടുകളിൽ എന്താ സംസാരിക്കുക? ഹിന്ദിയാണോ? അല്ല, മലയാളമായിരിക്കും സംസാരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫെസ്റ്റിവൽസ്, ഇപ്പോൾ ഓണമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതാണ് അക്കൾച്ചറലേഷൻ എന്ന് പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടുത്തെ ആ ഒരു കൾച്ചർ അഡാപ്റ്റ് ചെയ്യുന്നു. അതേസമയം നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലാൻഡിലേക്ക് വരുമ്പം ആ ഒരു ഇതും ഫോളോ ചെയ്യുന്നു. പക്ഷേ അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ മൈനോറിറ്റി ഗ്രൂപ്പ്സ് എന്ത് ചെയ്യുന്നു? മജോറിറ്റി ഗ്രൂപ്പിൻ്റെ ആ ഒരു കൾച്ചറിനെ അങ്ങ് അഡാപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, മിക്കവാറും അവരുടെ പഴയ, അതായത് ഒറിജിനലായിട്ടുണ്ടായിരുന്ന കൾച്ചറൽ പ്രാക്ടീസസൊക്കെ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് അക്കൾച്ചറേഷൻ ആൻഡ് അസിമിലേഷൻ. ഇനി കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഒരുപാട് ഡിഫറൻസുകളുണ്ടല്ലേ. ഒരുപാട് ഡിഫറൻസസ്. ഇപ്പം ഏജ് എടുക്കുകയാണെങ്കിൽ ജെൻഡർ, ലാംഗ്വേജ്, റിലീജിയൻ. ഇപ്പോൾ റിലീജിയൻ തന്നെ എടുത്ത് ഹിന്ദുസം, മുസ്ലിംസ് ഉണ്ട്, പിന്നെ ക്രിസ്ത്യാനിറ്റി ഉണ്ട്. അങ്ങനെ ആ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. പിന്നെ ഗ്ലോബലൈസേഷൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ഇതെല്ലാം ഒന്ന് പോയിൻ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ കൺട്രീസിന് നമുക്ക് എല്ലാ കൺട്രീസിലുള്ളവരെയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ടെക്നോളജി, ട്രാവൽ ആയിക്കോട്ടെ, ട്രേഡ്, ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ, ഇതിൽ നിന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ ജർമ്മനിയിൽ ഇരിക്കുന്ന ആളിനെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് വീഡിയോ കോളൊക്കെ ചെയ്യുന്നില്ലേ. പിന്നെ ബെറ്റർ എഡ്യൂക്കേഷൻ, ഐഡിയാസും നോളേജും ഒക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ബെറ്റർ ഹെൽത്ത് കെയർ പ്രാക്ടീസസ്, ഇവിടെ നിന്നുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻ വേണമെങ്കിൽ നമ്മൾ മറ്റുള്ള ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ വലിയ സീനിയർ കൺസൾട്ടൻസിനെയൊക്കെ കൺസൾട്ട് ചെയ്യാനായിട്ടുമൊക്കെ പറ്റും. പക്ഷേ നെഗറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് എന്ന് വെച്ചാൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസ്റ്റംസിന് അവിടെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാം. നമ്മൾ ലോക്കൽ ലാംഗ്വേജസ് ഒക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത ടേമാണ് ട്രാൻസ് കൾച്ചറൽ നഴ്സിംഗ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ സോഷ്യോളജിയിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്നത് കൂടിയാണ്. അപ്പം ജസ്റ്റ് ഈ ടേംസ് ഒക്കെ ഒന്ന് ഒരു റിവിഷൻ പോലെ നമുക്ക് നോക്കാം. ട്രാൻസ് കൾച്ചറൽ നഴ്സിംഗ്, നമ്മൾ നേഴ്സുമാരല്ലേ. അപ്പം നമുക്ക് എന്താണ്, ഒരുപാട് വിഭാഗത്തിലുള്ള ആൾക്കാരെ കൈകാര്യം, ഒരുപാട് എന്താ പറയുക,
ഇപ്പം റിലീജിയൻ ആയിക്കോട്ടെ, കാസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ബിലീഫുകളായിക്കോട്ടെ, എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ്. സോ ആ ഓരോ പേഷ്യൻ്റെയും ഈച്ച് പേഷ്യൻറ്റിൻ്റെയും കസ്റ്റംസ്, ബിലീഫ്, ട്രഡീഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഓവറോൾ കെയർ കൊടുക്കാനായിട്ട്. ഇപ്പം ഒരു എക്സാമ്പിളൊക്കെ പറയുവാണെങ്കിൽ മുസ്ലിംസിനൊക്കെ ചിലപ്പോൾ എന്താണ് മറ്റേ പ്രയർ ടൈം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആ ഒരു പ്രൈവസി കൊടുക്കുക. അതുപോലെ തന്നെ ഹിന്ദുക്കളായിട്ടുള്ള കുറേ ആൾക്കാർ ചിലപ്പം വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഏർപ്പാടുണ്ടാക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ അതാണ് ട്രാൻസ് കൾച്ചർ. അതായത് ഓരോ പേഷ്യൻറ്റിനെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ആ ഒരു കെയർ. അടുത്താണ് കൾച്ചറൽ കോമ്പീറ്റൻസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതൊരു ശരിക്കും പറഞ്ഞ ഒരു എബിലിറ്റിയാണ്. ഒരു നേഴ്സെന്നല്ല, ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് വേണ്ട ഒരു എബിലിറ്റിയാണ്. ഓരോ പേഷ്യൻറ്റിനെയും മനസ്സിലാക്കാനായിട്ടും അവരെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ടും പിന്നെ അവരുടെ ആ ഒരു കൾച്ചറിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ടും പറ്റണം. ഇപ്പോൾ പേഷ്യൻ്റ് എന്താണ് ചില സമയത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് ചില റിലീജിയസ് ബിലീഫ് അനുസരിച്ചിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ റെഫ്യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മളത് ഡോക്ടറിനെ പറയുക, ഡോക്ടറിനോട് പറഞ്ഞിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ പേഷ്യൻറ്റിൻ്റെ കൾച്ചർ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അവരെ റെസ്പെക്റ്റ് ചെയ്യുകയും ഡിസ്ക്രിമിനേഷൻ അവോയ്ഡ് ചെയ്യണം. പിന്നെ അവരുമായിട്ടുള്ള നല്ലൊരു റാപ്പോർഡ്, ഒരു ട്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും വേണം. അങ്ങനെ ഒരു കൾച്ചറൽ റെസ്പോൺസീവ് ആയിട്ടുള്ള കെയർ കൊടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് എന്താണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു അവെയർ ഉണ്ടായിരിക്കണം പേഷ്യൻറ്റിനെ കുറിച്ചിട്ടും അവരുടെ കൾച്ചറിനെ കുറിച്ചിട്ടും ഡിഫറെൻറ്റ് കൾച്ചേഴ്സിനെ കുറിച്ചിട്ടും ഒക്കെ നമുക്കൊരു ഇതുണ്ടായിരിക്കണം. പിന്നെ അസംഷൻസ് അവോയ്ഡ് ചെയ്യണം. അതായത് ഇന്ന വിഭാഗത്തിൽ നിന്ന് വരുന്നവരൊക്കെ ഇങ്ങനത്തെ സ്വഭാവമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഫുഡ് ഇങ്ങനെ കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ ചെന്നിട്ട് നിങ്ങൾ ഈ ഫുഡല്ലേ കഴിക്കുകയുള്ളൂ, എന്നാൽ ഞങ്ങൾ മറ്റുള്ള ഫുഡുകളൊന്നും തരണ്ടല്ലോ, അങ്ങനെയൊന്നും ചോദിക്കാതെ പൊളൈറ്റ്ലി അവരോട് എന്താ നിങ്ങൾ കഴിക്കുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാൻ ഇതാവുക. പിന്നെ എന്താണ്, അതർ കൾച്ചേഴ്സ് നമ്മൾ മനസ്സിലാക്കുക. അതായത് അവരുടെ റിലീജിയസ് ബിലീഫ്, ഫുഡ് ഹാബിറ്റ്സുകളും ഫാമിലി ട്രഡീഷൻസും കാര്യങ്ങളൊക്കെ ചിലപ്പം ചില ഫാമിലി ട്രഡീഷൻസും അവിടെ മാറ്റർ ചെയ്യും. അപ്പോൾ അതുമെല്ലാം നമ്മൾ മനസ്സിലാക്കുക. ദെൻ ബിൽഡ് റാപ്പോർഡ് ആൻഡ് ട്രസ്റ്റ്. പിന്നെ ലാംഗ്വേജ് ബാരിയർ ഓവർകം ചെയ്യുക എന്നുള്ളത് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ലാംഗ്വേജ് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. അതുപോലെ തന്നെ റോങ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. പേഷ്യൻസിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ കുറയും, കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ് വരും. പിന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ട്രാൻസ്ലേറ്റേഴ്സൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ട്രാൻസ്ലേറ്റേഴ്സ് നമുക്ക് കിട്ടും മീൻസ് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് എടുക്കാം. പിന്നെ പിക്ചേഴ്സും ചാർട്ട്സും ഒക്കെ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പതിയെ സംസാരിക്കുക, അവർക്ക് മനസ്സിലാകുന്ന രീതിയിലൊക്കെ. പിന്നെ അവരുമായിട്ടുള്ളൊരു നമ്മളോടൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അവരെ റെസ്പെക്റ്റ്ഫുള്ളി ട്രീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. So this is all about the culture. Next class we can discuss about the spirituality. Thank you.